ഭയങ്കര കത്താണ് കൊണ്ട് സന്തോഷമുണ്ടോ ഇതിനത്? സന്തോഷമല്ലേ? വളരെ സന്തോഷമുണ്ട്. ഇതൊരു 20 വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെങ്ങനെയാണ് സാർ ആ സമയത്ത് ട്രെൻഡ് ആവാതെ ഇപ്പൊ ട്രെൻഡായാലും എന്താണ് പറയാൻ? ഇഷ്ടം കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം, പിള്ളേരുടെ ഇഷ്ടം. അന്നായാലും ഇന്നായി സന്തോഷം, അന്നായിരുന്നെങ്കിലും സന്തോഷം, ഇന്നായതുകൊണ്ട് വളരെ സന്തോഷം. തൊലിക്കട്ടി അത് ഉണ്ട് ഹാഷ്മി. കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോൾ. ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെൻറ്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന് വിളിച്ച മിണ്ടാന്നല്ലേ ഈ രാവിലെ പറഞ്ഞേ. ഞാനിങ്ങനെ മുട്ടി കാത്തിരിക്കേനു. ചീങ്ങണ്ണി ജോസിന്റെ കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, ഞാനിവിടെ ഉണ്ടാകും, നിന്നെ കൊണ്ടുപോയി അങ്ങ് ഗുണ്ടൽപേട്ടിലേക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചമഞ്ഞൊരുങ്ങി നിന്നോ. എനിക്ക് എടുക്കാനുണ്ട് നിന്നെ, സമയമുണ്ടല്ലോ. സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. ചിത്താരേച്ചിയെ നിങ്ങളെ കാണാൻ നല്ല ഗുമ്മുണ്ട്. എന്താ നീ പറഞ്ഞേ? എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. നിങ്ങളുടെ കൂടെ കിടക്കോ? അത്രയും പൂതിയായിട്ടാ. വളരെ യങ്, ഒരു 2021 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളില്, ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഈ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹി സെഡ് വാസ്, രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം രേവതി ഏതെങ്കിലും സ്ത്രീകളെ, ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാള്. ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങൾ. എന്റെ സോമ, ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ.